ഹലോ നമസ്കാരം മക്കളെ, എക്സാമിനറിൻ്റെ 8ാം ക്ലാസ്സിലെ എല്ലാ ഹിന്ദി കുട്ടികൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രസാദ് മാഷാണ്. മക്കളെ, നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്സ് വാങ്ങാൻ കുറച്ച് ടിപ്സും അതുപോലെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ഓൾ ഫോർമാറ്റ്സ് ഇൻ വൺ വീഡിയോ എന്ന് പറയുന്ന ഒരു സെഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പഠിക്കാതെ പോകരുത്. പരീക്ഷയ്ക്ക് പോസ്റ്റർ ചോദിക്കും, ലെറ്റർ അല്ലേ, പത്ര ചോദിക്കും, പിന്നെ എന്തൊക്കെ റിപ്പോർട്ട് എഴുതാനുണ്ടാവും, ആസ്വാദന ടിപ്പണി ഉണ്ടാവും, ഡയറി ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ മോഡൽ മാത്രം ഒന്ന് വൃത്തിക്ക് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്തിട്ട് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് പഠിക്കാതെ പോകരുത്. നോക്കുക, ആദ്യം പോസ്റ്ററാണ്. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അട്രാക്റ്റീവ് ആയിരിക്കണം, അതിനൊരു സന്ദേശവാക്യം ഉണ്ടായിരിക്കണം, അതിൽ എന്ത് വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്, ആ ഡേറ്റ്, ആ പ്രോഗ്രാം നടക്കുന്ന സമയം ഒക്കെ വേണം. അപ്പോൾ ഒരു മോഡൽ നമുക്ക് നോക്കാം. ഇവിടെ ഫിലിം ഉത്സവ് കണ്ടോ, സിനിമ ഉത്സവം, ഫിലിം ഉത്സവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫിലിം ഉത്സവ് 2025 ബൈസിക്കിൾ തീവ്സ് ഫിലിം കാ പ്രദർശനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഫിലിം സ്പേസ് ഇട്ടിട്ട് ഉത്സവ് എന്ന് എഴുതാം കേട്ടോ. ഫിലിം ഉത്സവ് എന്താണ്? ബൈസിക്കിൾ തീവ്സ് ഫിലിം ഉത്സവ്, ബൈസിക്കിൾ തീവ്സ് ഫിലിം കാ പ്രദർശൻ, സിനിമ പ്രദർശനമാണ്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. തിഥി എപ്പോഴാണ്? ഒക്ടോബർ 8-ാം തീയതി, ശനിയാഴ്ചയാണ്, രാവിലെ 10 മണിക്കാണ്. കാവന്നൂർ GHSS സഭാഗൃഹം, അതിൻ്റെ ഓഡിറ്റോറിയത്തിലാണ്, ആ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് സിനിമാ പ്രദർശനം. അതുപോലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ അതിൽ ഉദ്ഘാടകനായിട്ട് വരുന്നുണ്ട്. ദുൽഖർ സൽമാൻ മെഹമാനായിട്ട് വരുന്നുണ്ട്. സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏത് പോസ്റ്റർ ചോദിച്ചാലും നമുക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം അല്ലേ. അപ്പോൾ സബ്കാ സ്വാഗത് എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ആഡ് ചെയ്യുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു മോഡൽ നോക്കുക. അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ ചോദിച്ചാൽ എങ്ങനെ എഴുതാം? പ്രകൃതി സബ്കാ ഘർ ഹെ, പ്രകൃതി എല്ലാവരുടെയും വീടാണ് അല്ലേ. പ്രകൃതി സബ്കാ ഘർ ഹെ, ഹർ പ്രാണി കോ ഇസ് ധർത്തി മേം സമാൻ അധികാർ ഹെ, എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ സമാനമായ അധികാരമാണുള്ളത്. പ്രകൃതിക്ക് രക്ഷാ കർണ ഹമാര കർത്തവ്യ ഹെ, പ്രകൃതിയെ രക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ, പ്രകൃതിയെ രക്ഷിക്കേണ്ടത് നമ്മുടെ സുരക്ഷയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകൃതിയുമായിട്ടോ പരിസ്ഥിതിയുമായിട്ടോ പ്ലാസ്റ്റിക് നിവാരണവും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ മാനവ ജാതി ഏക് ഹെ, മാനവതാ ഹി സച്ചാ മാനവ കാ നിശാൻ ഹെ, ആപ്പസ് മേം പ്യാർ കരേ മനസ്സേ ഘൃണ ചോടുതേ. മാനവത എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണത്. മാനവ് ജാതി ഏക് ഹെ, മനുഷ്യജാതി എന്ന് പറയുന്നത് ഒന്നാണ്. മാനവതാ ഹി സച്ചാ മാനവ കാ നിശാൻ ഹെ, മനുഷ്യത്വം തന്നെയാണ്, യഥാർത്ഥ മനുഷ്യത്വം തന്നെയാണ് മനുഷ്യൻ്റെ അടയാളം. അതുകൊണ്ട് പരസ്പരം എല്ലാവരും സ്നേഹിക്കുക. മനസ്സിൽ നിന്നും ഘൃണ എടുത്ത് കളയുക. ഘൃണ എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. മനസ്സിൽ നിന്നും വെറുപ്പ് എടുത്ത് കളയുക. ജഹാം മനുഷ്യതാ ഹെ വഹാം ശാന്തി ഹെ, എവിടെയാണോ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി ഉള്ളത്, അവിടെ ശാന്തി ഉണ്ട്, പീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മക്കളെ ഡയറിയാണ്. പരീക്ഷയ്ക്ക് എന്തായാലും ഡയറി ചോദിക്കും. ഡയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഡേറ്റ് എഴുതണം, സമയം എഴുതണം, ഏത് ദിവസമാണ് ഡയറി എഴുതണം മറക്കാതെ. ഇയർ, മഹീന, വർഷ, മഹീന और തീയതി, തിഥി, താരീഖ്, ദിനാങ്ക് എഴുതുക. ഇതാണ് ദിനാങ്ക്. 2023 നവംബർ 25 മംഗൾവാറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് എഴുതുക. എന്താണ് ഡയറി എഴുതേണ്ട ക്വസ്റ്റ്യൻ എന്ന് വായിക്കണം. ചിലപ്പോൾ പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ പാഠത്തിലുള്ള ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ ഡയറി ആയിരിക്കും. ഇത് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൂഡിന് പറ്റിയ ഒരു ഡയറിയാണ് കേട്ടോ. ആജ് കാ ദിൻ മേരെ ലിയെ ഖുഷി കാ ദിൻ ഥാ, ഇത്തനി ഖുഷി മേരി ജിന്ദഗി മേ പെഹലെ കഭി നഹീ ഹുവാ ഥാ, ഇത്രയും സന്തോഷം എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് എനിക്ക് വളരെ ഹാപ്പി ഉള്ള ഒരു ദിവസമാണ്. ഈസ് ദിൻ മൈ കൈസെ ഭൂലും, ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഇങ്ങനെ സന്തോഷ സൂചകമായിട്ടുള്ള ഒരു ഡയറി എഴുതുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതേ ഡയലോഗ് നിങ്ങൾക്ക് ഖുഷി മാറ്റി ദുഃഖാക്കിയാൽ എങ്ങനെയായി? സങ്കടമുള്ള ഒരു ദിവസത്തേക്കുള്ളതായി. ആജ് കാ ദിൻ മേരെ ലിയെ ദുഃഖ ഭരാ ദിൻ ഥാ, ഇത്തന ദുഃഖ മേരി ജിന്ദഗി മേ പെഹലെ കഭി നഹീ ഹുവാ ഥാ, ഇസ് ദിൻ മൈ കൈസെ ഭൂലും, ഈ ദിവസം ഞാൻ എങ്ങനെ മറക്കും. അപ്പോൾ സന്തോഷമായാലും ദുഃഖമായാലും എങ്ങനെ മറക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡയറിയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ കത്താണ്. നിങ്ങൾക്കറിയാം, കത്തിൽ നിർബന്ധമായിട്ടും ഒരു ഡേറ്റും അതുപോലെ പ്ലേസും ഒക്കെ എഴുതുക. അതുപോലെ കത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ളത് എന്താണ്? അഡ്രസ്സാണ്. അപ്പോൾ 2 അഡ്രസ്സ്, സേവാമയം എന്തായാലും എഴുതണം. നാമ പത എഴുതുക. പ്രിയ ദോസ്ത്, പ്രിയപ്പെട്ട ഫ്രണ്ട്. പ്രിയ മിത്ര, പ്രിയപ്പെട്ട ഫ്രണ്ട്. സഹേലി, അതൊക്കെ എഴുതുക. എന്നിട്ട് അവരുടെ പേര് എഴുതുക. പ്രിയ മിത്ര പ്രണവ്, പ്രിയ മിത്ര
പ്രകാശ് അല്ലേ, പ്രിയമിത്ര പ്രസാദ് അങ്ങനെ എഴുതുക. എനിക്കാണ് കത്ത് എഴുതുന്നതെങ്കിൽ പ്രിയമിത്ര പ്രസാദ് എന്ന് എഴുതുക. ഓക്കെ. എന്നിട്ട് തും കൈസേ ഹോ, നിനക്ക് സുഖമാണോ അല്ലേ, ഹൗ ആർ യു, തും കൈസേ ഹോ. പഠായി അല്ലെങ്കിൽ ജോലി കൈസേ ചൽ രഹാ ഹൈ, പഠിക്കുകയാണെങ്കിൽ പഠായി കൈസേ ചൽ രഹാ ഹൈ. ജോലിയാണെങ്കിൽ കാം കൈസേ ചൽ രഹാ ഹൈ. ഘർ മേം സഭി ലോഗ് ഖുഷി മേ ഹൈ നാ, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഈ ഡയറി, കത്ത് ഇതുപോലത്തെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഏക് ബാത്ത് ബതാനെ കെ ലിയെ മാം യഹ് പത്ര ലിഖ് രഹാ ഹൂം, ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ കത്ത് എഴുതുന്നത്. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ആ സാധനം എഴുതുക. തുജെ ദേഖ് കർ കിത്തനെ ദിൻ ഹോ ഗേ, നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി. ചുട്ടി മിലാ തോ ഘർ ആ ജാന, നിനക്ക് ലീവ് കിട്ടിയാൽ വീട്ടിലേക്ക് വരിക. വാപ്പസ് ഈ പത്രക്ക് ഇന്തസാറിനെ, മറുപടി കത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ. അത് തേരാ മിത്ര അല്ലെങ്കിൽ തേരി സഹേലി നാമ് ഹസ്താക്ഷർ. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പാണ്, സിഗ്നേച്ചറാണ്. ഓക്കെ. അത്രയാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആസ്വാദൻ ടിപ്പണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോൾ ശീർഷകം വേണം. കവിതയുടെ ആസ്വാദൻ ടിപ്പണിയാണെങ്കിൽ പേടിനെ കുറിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ഹാച്ചി കി കഹാനി അല്ലെങ്കിൽ ബാബ ഓർ ബാബ കി ചെടി ആണെങ്കിൽ പേടിനെ കുറിച്ചാണ് ആസ്വാദൻ ടിപ്പണി എഴുതെങ്കിൽ നിങ്ങൾ പേട് എന്ന് ഹെഡിങ് കൊടുക്കുക. അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി നിങ്ങൾക്ക് എന്താണ് വിഷയം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഹെഡിങ്, ശീർഷകം എന്ന് പറഞ്ഞാൽ തലക്കെട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ആസ്വാദൻ ടിപ്പണി ചോദിക്കും. അതുപോലെ കവി കാ പരിചയം, ആരാണ്, സുശീൽ കുമാറാണോ, കവി ആരാണെന്ന് വെച്ചാൽ കവിയെ കുറിച്ചുള്ളൊരു പരിചയം കൊടുക്കുക. അതുപോലെ ആശയം എഴുതുക, എന്താണ് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അപ്പന മത്ത്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ആഡ് ചെയ്യുക. അങ്ങനെയാണ് ആസ്വാദന ടിപ്പണി വരിക. വീണ്ടും ഒരു പോസ്റ്റർ നമുക്ക് നോക്കാം. പോസ്റ്ററിന് നിർബന്ധമായിട്ടും വേണ്ടത് ശീർഷകമാണ്. എന്നിട്ട് ആ പരിപാടി നടക്കുന്ന സ്ഥലം, സമയം എഴുതുക, അതിന് ഡേറ്റ് എഴുതുക. പിന്നെ ആരാണ് ഉദ്ഘാടകൻ എന്നുള്ളത് എഴുതുക. അതിഥിയായിട്ട് മോഹൻലാലാണ്. സബ്കാ സ്വാഗതം മറക്കാതെ എഴുതണം കേട്ടോ പോസ്റ്ററിൽ. അതുപോലെ തന്നെ ബൈസിക്കിൾ തീവ്സിൻ്റെ ഫിലിം ഉത്സവം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലെറ്റർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. സേവാമയം മറക്കരുത്, താരീഖ് സ്ഥാനം മറക്കരുത്. ഇനി ഗ്രാമർ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലേ. തും പ്ലസ് കാ തുമ്ഹാരാണ്, മൈം പ്ലസ് കാ മേരാണ്. തും പ്ലസ് കി തുമ്ഹാരിയാണ്, മൈം പ്ലസ് കി മേരിയാണ്. ഹം പ്ലസ് കാ ഹമാരയാണ്, ഹം പ്ലസ് കി ഹമാരിയാണ്. വഹ് പ്ലസ് കാ സഹി വികല്പ ചുൻകറിലേക്ക്, കറക്റ്റായിട്ടുള്ള സാധനം തിരഞ്ഞെടുത്ത് എഴുതുക. വഹ് പ്ലസ് കാ ഇസ്കായാണോ, വഹ് പ്ലസ് കാ ഇസ്ക അല്ല. ഇനി വേ പ്ലസ് കാ ഇസ്കയാണോ അല്ല. എ പ്ലസ് കാ ഇസ്കയാണോ അല്ല. യഹ് പ്ലസ് കാ ഇസ്കയാണോ അതെ. അപ്പം യഹ് പ്ലസ് കാ ഇസ്കയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം. ഇസ്ക ഈ ആണെങ്കിൽ യാ, ഈ യാ. അതുപോലെ വഹ് ആണെങ്കിൽ ഇവിടെ ഉസ്ക എന്ന് വരും കേട്ടോ, ഉസ്ക. അപ്പോൾ ഊ വരുമ്പം വാ വരണം കേട്ടോ. അപ്പോൾ വഹ് പ്ലസ് കാ ഉസ്ക, യഹ് പ്ലസ് കാ ഇസ്ക, വേ പ്ലസ് കാ യെ പ്ലസ് കാ, ഉൻക ഇൻക. ഓക്കെ, പ്ലൂറൽ. അപ്പോൾ യഹ് പ്ലസ് കാ ആണ് ഇസ്ക. യഹ് കാ എന്നല്ല പറയുക, ഇസ്ക എന്നാണ് പറയുക. വഹ് പ്ലസ് കാ ഉസ്ക. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡയറി, ഞാൻ നേരത്തെ പറഞ്ഞു ഡയറി ചോദിക്കും. നമുക്കറിയാം പേട് ജൂലിയ ഔർ ലൂണ, ഹാച്ചി കി കഹാനി, ബാബ ഔർ ബാബ കി ചെടി. ഇതിൽ മെയിനായിട്ട് ഡയറിയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് ജൂലിയ ഔർ ലൂണ എന്നും അതുപോലെ ഹാച്ചി കി കഹാനി എന്നുമാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പാഠത്തിനുള്ള ഡയറി എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ജൂലിയ കി ഡയറി നമ്പർ 1 ആണ്. പേട് പർ ചടിനെ കെ ദിൻ, മരത്തിൻ്റെ മുകളിൽ കയറിയ ശേഷമുള്ള ഡയറിയാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കോളണേ. ആദ്യം ഡേറ്റ് ഉണ്ട്. ആജ് കാ ദിൻ മേരെ ജീവൻ കാ ബഹുത്ത് മഹത്വപൂർണ്ണ ദിൻ ഹെ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദിവസമാണ്. നമുക്ക് എല്ലാ ഡയറിക്കും എഴുതാം അല്ലേ. മേനെ ദേഖാ കി കുച്ച് ലോഗ് ഏക്ക് ബഡേ പേട് കോ കാട്ടിനെ ആയേ ഹെ, ഞാൻ നോക്കി കുറച്ച് ആൾക്കാർ ഒരു വലിയ മരം മുറിക്കാനായിട്ട് ഇങ്ങനെ വന്നു. യഹ് ദേഖ് കർ മുझे बहुत दुख हुआ, ഇത് കണ്ടിട്ട് എനിക്ക് വളരെ സങ്കടം, വിഷമം, ദുഃഖം വന്നു. മേനെ തുരന്ത് പേട് പർ ചढ़ने का फैसला किया, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ മേലേക്ക് ചാടിക്കയറാൻ തീരുമാനിച്ചു. ഫൈസല തീരുമാനം. मैं किसी भी कीमत पर इस पेड़ को बचाना चाहती हूँ, ഞാൻ എന്ത് വില കൊടുത്തിട്ടും ഈ മരത്തെ രക്ഷിക്കുമെന്ന് തീരുമാനിച്ചു. जब मैं पेड़ पर चढ़ी तो मुझे थोड़ा डर लगा, മരത്തിൻ്റെ മുകളിൽ കയറാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലേശം പേടിയായി അല്ലേ. നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം.
ലേക്കിൻ മേരാ സാഹസ് ബെടുത്താ ഗയ. പക്ഷെ കയറുന്തോറും എനിക്ക് ധൈര്യം കിട്ടിക്കൊണ്ടേയിരുന്നു. मैंने नीचे खड़े लोगों से कहा कि मैं नहीं उतरूंगी. ഞാൻ താഴെ നിൽക്കുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങുന്ന പ്രശ്നമില്ല. पेड़ पर बैठकर मुझे चिड़ियों की आवाज़ सुनाई दे रही थी. മരത്തിന് മുകളിൽ നിന്നപ്പോൾ എനിക്ക് പക്ഷികളുടെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. मुझे लगा कि यह पेड़ भी मेरी तरह जीवित है. എനിക്ക് തോന്നി ഈ മരവും എന്നെപ്പോലെ തന്നെ ലിവിങ് ആണ്, ജീവിക്കുന്നുണ്ട്, മരത്തിനും ജീവനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. मैं इसे अपना दोस्त मानती हूँ. ഞാൻ ഇന്ന് ഈ മരത്തിനെ എൻ്റെ ഫ്രണ്ടാക്കി. मैं उम्मीद करती हूँ कि मेरा यह प्रयास सफल होगा. എൻ്റെ പ്രതീക്ഷ എന്താണ്? എൻ്റെ ഈ കഷ്ടപ്പാടൊക്കെ സക്സസ്ഫുൾ ആവും, എൻ്റെ ഈ ശ്രമം സഫലമാകും. ഈ മരത്തിനെ മുറിക്കാൻ വന്നവർ ഇവിടുന്ന് പോവും, ഞാൻ ഇറങ്ങില്ല, ഇവർ മരം മുറിക്കാൻ ഞാനിവരെ സമ്മതിക്കുകയുമില്ല എന്ന് മരത്തിൻ്റെ മുകളിൽ കയറിയതിന് ശേഷമുള്ള ആ ഒരു ഡയറിയിൽ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഡയറി ചോദിച്ചാൽ എഴുതാം അല്ലേ. ഇനി ജൂലിയയുടെ തന്നെ ജബ് ലോക മദത് കർണേ ലഗെ, ആൾക്കാരൊക്കെ വന്നിട്ട് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ജൂലിയനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയ ദിവസം ഒരു ഡയറി എഴുതാനാണെങ്കിലോ അന്നെന്തെഴുതും? അന്നെന്തായാലും ഡേറ്റ് എഴുതണം. ആജ് ബഹുത് സേ ലോഗ് മുझे देखने ആയ, ഇന്ന് ഒരുപാട് ആൾക്കാർ എന്നെ കാണാൻ വേണ്ടി വന്നു. വേ മേരെ ലിയെ ഖാന പാനി ഓർ കപ്പടേ ലായേ, അവരെനിക്ക് വേണ്ടി ഖാന ഭക്ഷണവും പാനി ജലവും അതുപോലെ തന്നെ കപ്പടേ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നു. മുझे ये देखकर बहुत खुशी हुई, എനിക്കിത് കണ്ടിട്ട് വളരെ ഹാപ്പിയായി ഞാൻ. അപ്പോൾ മുझे അക്കേലാപ്പൻ മെഹസൂസ് नहीं होता, ഇപ്പം എനിക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കാൻ ഞാൻ ഒറ്റക്കല്ല അല്ലേ. ലോഗ് മേരെ കാം കി താരീഫ് കർ രഹേ, ജനങ്ങൾ ഇന്ന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. മോളെ നീ ചെയ്തത് നല്ല കാര്യമാണ് മോളെ എന്നൊക്കെ എല്ലാവരും പറയാൻ തുടങ്ങി. മുझे उनसे बहुत हिम्मत मिलती है, എനിക്ക് അവരുടെ അടുത്ത് നിന്നൊക്കെ നല്ല ഒരു സ്നേഹവും ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്. मैं सबको धन्यवाद कहना चाहती हूँ, ഞാൻ എല്ലാവരോടും താങ്ക്ഫുള്ളാണ്, എനിക്ക് എല്ലാവരോടും താങ്ക്സ് പറയാനുണ്ട്. अब यह केवल मेरा संघर्ष नहीं रहा, ഇതിപ്പോൾ എൻ്റെ മാത്രം ഒരു സംഘർഷമാണോ, ഞാൻ മാത്രമാണോ ഫൈറ്റ് ചെയ്യുന്നത്? അല്ല, ഈ സബ്കാ സംഘർഷ് ബനായ, ഒരു വലിയ ഗ്രാമം മൊത്തം എൻ്റെ കൂടെ ഉണ്ടല്ലേ. मैं चाहती हूँ कि लोग पेड़ों को बचाने का महत्व समझे, ഞാൻ മനസ്സിലാക്കുകയാണ് ഈ ജനങ്ങൾ മുഴുവൻ മരങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. मैं अपने लक्ष्य के और കരീബ് മെഹസൂസ് കർ റഹി ഹും, മുझे വിശ്വാസ് ഹൈ കി ഹം സഫൽ ഹോ ഗേ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്, അധികം വൈകാതെ തന്നെ എത്തും, ഞാൻ അടുത്തെത്തിയിരിക്കുകയാണ്, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഈ ശ്രമം, എൻ്റെ ഈ ട്രൈ സക്സസ് ആവുമെന്ന്. ഓക്കെ, ഇനി അതേ പാഠത്തു നിന്നാണ് സേഠ് കി ഡയറി ചോദിച്ചിട്ടുള്ളത്. എന്താ സേഠ് ആരാണ്? ഈ മരം മുറിക്കാൻ വന്നിരിക്കുന്ന ആളാണല്ലേ. സേഠ് കി ഡയറി ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഡേറ്റ് നിർബന്ധമായിട്ടും ഡയറിക്ക് വേണം കേട്ടോ. ഡയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡേറ്റ് ആദ്യം എഴുതിക്കോളാം. DD ഡയറി, ഡേറ്റ്, ഡേറ്റ് ഡയറി, DD ഡാഡ. ഓക്കെ, ദിനാങ്ക് എന്നാണ് ഡേറ്റിന് നമ്മൾ പറയാം കേട്ടോ. തിഥി എന്ന് പറയും, ദിനാങ്ക് എന്ന് പറയും. ആജ് കാം കെ ദൗറാൻ एक बड़ी समस्या सामने आई, ഇന്ന് ജോലിക്കിടയിൽ ഒരു വലിയ പ്രശ്നം വന്നു അല്ലേ. സേഠാണ് പറയുന്നത്, മരം മുറിക്കാൻ വന്ന കമ്പനിയുടെ സേട്ട്. एक लड़की पेड़ पर चढ़कर बैठ गई, ഒരു പെണ്ണ് മരത്തിൻ്റെ മേലെ കയറിയിട്ട് കുത്തിയിരുന്നു. വഹ ഹമേം പേട് കാട്ടിനെ നെഹീ ദേ രഹി ഹേ, അവൾ ഞങ്ങളെ മരം മുറിക്കാൻ സമ്മതിക്കുന്നേയില്ല. വൃത്തികെട്ട പെണ്ണ് അല്ലേ. ഹംനെ ഉസെ ബഹുത്ത് സംജായ, ഞങ്ങൾ അവളെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി. ഹംനെ ഉസെ ഡറാനെ കെ ബി കോഷിഷ് കി, ഞങ്ങൾ അവളെ പേടിപ്പിക്കാനും ശ്രമം നടത്തി. ലേക്കിൻ വഹ നെഹി മാനി, പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അബ് ബഹുത്ത് ലോഗ് ഉസ്കെ സമർത്ഥൻ മേ ആ രഹേ, ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടി എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ, അവൾ വൈറലായി. ഇസ്സേ ഹമാരാ കാം റുക്ക് ഗയാ ഹൈ, അതുകൊണ്ട് ഞങ്ങളെ പണിയൊന്നും നടക്കുന്നില്ല. മരം മുറിക്കാൻ പോയിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയായിട്ടൊരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. ആ പെണ്ണ് കാരണം എനിക്ക് മരം മുറിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വന്നു. ഇപ്പം ഞാനിവിടെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് സേഠ് പറയാണ്. ഓക്കെ, മുझे ചിന്താ ഹോ രഹി ഹേ, ഐ ആം കൺഫ്യൂസ്ഡ്, എനിക്ക് ആകെപ്പാടെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് തല ഇങ്ങനെ പോകുകയാണ്, എന്താണ് എൻ്റെ ടെൻഷൻ, എന്താണ്? മാം സോച്ച് റഹാ ഹൂം കി അബ് ക്യാ കർനാ ചാഹിയേ, ഇനി എന്ത് ചെയ്യും, വാട്ട് ഈസ് നെക്സ്റ്റ്, എങ്ങനെയാണ് ഞാൻ ആ മരം മുറിക്കുക? അയ്യോ, കമ്പനിയുടെ ഓർഡർ, എൻ്റെ പൈസ, എൻ്റെ ജോലി, ഈ പെണ്ണ് കാരണം ഒക്കെ കൊളായല്ലോ. യഹ് ലഡ്കി ബഹുത്ത് जिद्दी है लेकिन बहुत बहादुर भी है, शायद हमें अपने काम के बारे में फिर से सोचना चाहिए, मुझे लग रहा है कि पेड़ों को काटना सही नहीं है. ഈ പെണ്ണ് വളരെ ധൈര്യമുള്ളവളാണ്, ഷാഠ്യക്കാരിയാണ്. മിക്കവാറും ഞാൻ മരം മുറിക്കാതെ പോകേണ്ടി വരും. എനിക്കറിയാം മരം മുറിക്കുന്നത് ശരിയല്ല എന്നറിയാം എന്നൊക്കെ സേട്ട് എഴുതാണ് കേട്ടോ. ഇനി മരം രക്ഷപ്പെട്ടതിന് ശേഷം പേട് ബച്ചനേക്കെ ബാദ് നമ്മുടെ ജൂലിയ മൂന്നാമതൊരു ഡയറി എഴുതിട്ടോ. അപ്പോൾ ജൂലിയൻ്റെ തന്നെ കുറേ ഡയറി ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. ആജ് മേരെ ജീവൻ കാ സബ്സെ ഖുഷ്ഹാൽ ദിൻ ഹേ അല്ലേ. മരത്തിൻ്റെ ആ ഒരു
പ്രശ്നം തീർന്നതിന് ശേഷം, മരത്തിനെ രക്ഷിച്ചതിന് ശേഷം ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ജൂലിയയുടെ ഡയറി എന്ന് കേട്ടാൽ എപ്പോഴാണ്, ഏത് രാത്രിയിലെ ഡയറിയാണ്? മരം രക്ഷിച്ച ശേഷമാണോ, മരത്തിൽ കയറിയ ഫസ്റ്റ് ഡേ ആണോ, ജനങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടിയ ശേഷമാണോ, അതോ സേഠിൻ്റെ ഡയറിയാണോ, അതോ ഇനി മരത്തിൻ്റെ ഡയറിയാണോ? അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. അത് ഫോക്കസ്ഡ് ആയിട്ട്, കോൺഷ്യസ് ആയിട്ട് ചോദ്യം ബുദ്ധിപൂർവ്വം ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ആജ് മേരെ ജീവൻ കാ സബ്സെ ഖുഷ്ഹാൽ ദിൻ ഹെ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേ ആണ് അല്ലേ. 700 എത്രയത്? 38 ദിനോं के बाद मेरा संघर्ष सफल हुआ. ലക്കഡ്ഹാരെ ഹംസെ ചലേ ഗയേ ഹെ. 738 ദിവസത്തിന് ശേഷം എൻ്റെ, അല്ലേ, ഏകദേശം 2 കൊല്ലത്തിന് ശേഷം എൻ്റെ ശ്രമം സഫലമായി, സക്സസ്സായി. ഇന്ന് വിറക് വെട്ടുകാർ ഇവിടുന്ന് തിരിച്ചുപോയി. ഉന്നോനെ പേട് നഹീം കാട്ടനേക്ക വാദ കിയാ ഹെ. അവർ മരം മുറിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് പോയത്. മേരാ പ്യാരാ പേട് ലൂന ബച്ച് ഗയ ഹെ. അങ്ങനെ ലൂന എന്ന് പേരുള്ള എൻ്റെ ആ പ്രിയപ്പെട്ട റെഡ്വുഡ് ട്രീ രക്ഷപ്പെട്ടു, അല്ലേ. മൈം ബഹുത്ത് ഖുഷ് ഔർ ഭാവുക് ഹൂം. ഞാനിന്ന് വളരെ ഹാപ്പിയാണ്, എനിക്കിന്ന് വളരെ സന്തോഷം തോന്നുന്നു. മുझे अपने प्रयास पर गर्व है. എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ആ മരം രക്ഷിച്ചത്. സോ എനിക്ക് സ്വയം സെൽഫ് പ്രൗഡ് ഉണ്ട്. ബഹുത്ത് ലോകം നെ മേരി മദത് കി. ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തു. മൈ മുൻ സഭി കാ ധന്യവാദ് കർത്തി ഹും. ഞാൻ അവരെല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുകയാണ്. എഹ് ജീത്ത് കേവൽ മേരി നഹി സബ് കി ഹൈ. ഇത് എൻ്റെ മാത്രം ജയമല്ല, എല്ലാവരുടെയും ജയമാണ്. അബ് മൈ ഹമേഷ പ്രകൃതി കി രക്ഷ കരുങ്കി. ഇനി ഞാൻ എപ്പോഴും, ഓൾവേസ്, ഞാനിനി ആരെ രക്ഷിക്കും? പ്രകൃതിയെ രക്ഷിക്കും. യഹ്ദിൻ മൈം കഭി നഹീം ഭൂലുങ്കി. ഈ ദിവസം ഞാൻ എന്നെ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ജൂലിയ അവർ ലൂണ കഴിഞ്ഞാൽ ഹാച്ചിക്ക് കഹാനിയിൽ നമുക്ക് ഡയറി ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രൊഫസർ യുഎനോയുടെ ഡയറിയാണ്, അല്ലേ. ആജ് മുझे സടക്ക് പറയ്ക്ക് ചോട്ടാ പ്യാര പിള്ള മില. അപ്പോൾ ഡേറ്റ് എഴുതണം. പ്രൊഫസർ യുഎനോയുടെ ഡയറി ചോദിച്ചാൽ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. ഓക്കെ. ആജ് മുझे സടക്ക് പറയ്ക്ക് ചോട്ടാ സാ പ്യാര പിള്ള മില. എനിക്കിന്ന് റോട്ടിൽ നിന്ന് വളരെ ലവ്ലി ആയിട്ടുള്ളൊരു നായ്ക്കുട്ടിയെ കിട്ടി. ഉസ്കെ ഗലെ മേ ഹാച്ചി നാം ലിഖാത്ത, അല്ലേ. പ്രൊഫസർ യുഎനക്ക് നായ്ക്കുട്ടിയെ കിട്ടിയ ആ ദിവസത്തെ ഡയറിയാണ്. അതിൻ്റെ കഴുത്തിൽ ഹാച്ചി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു, ശ്രദ്ധിക്കണം. मैंने सोचा कि उसके मालिक को खोजूंगा. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഓണറിനെ പോയിട്ട് തപ്പാം, ആ പട്ടിക്കുട്ടിയുടെ ഓണറിനെ പോയിട്ട് തപ്പാമെന്ന് ഞാൻ വിചാരിച്ചു. ജബ് തക്ക് മാലിക് നഹി മിൽത്ത മൈ മുസെ അപ്നെ ഘർ ലേ ആയ. അതിൻ്റെ ഓണറിനെ കിട്ടുന്നത് വരെ ഞാൻ ആ പാവം പട്ടിയെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വഹ് ബഹുത്ത് സുന്ദർ ഓർ പ്യാരാ ഥ. അവൻ വളരെ ഗ്ലാമറസ് ആയിരുന്നു, കാണാൻ സുന്ദരനായിരുന്നു, പ്യാരായിരുന്നു, ലവ്ലി ആയിരുന്നു. മേരി പത്നിക്കോ പെഹ്ലെ വഹു പസന്ത് നഹി ആയ. എൻ്റെ ഭാര്യയ്ക്ക് ആദ്യം അവനെ ഇഷ്ടപ്പെട്ടില്ല, അല്ലേ. പട്ടീനെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. ലേക്കിൻ ധീരെ ധീരെ വഹു ബി ഉസേ പസന്ത് കർണേ ലഗി. പക്ഷേ മെല്ലെ മെല്ലെ അവളും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അബ് ഹാച്ചി മേരെ സാത്ത് ബഹുത്ത് ഘുൽ മിൽ ഗയാ ഹെ. അങ്ങനെ ഓണറിനെ തപ്പി ലാസ്റ്റ് ഞങ്ങൾ നല്ല കമ്പനിയായി. ഓണറിനെ വേണ്ടാന്നായി, ഞാൻ തന്നെയായി അവൻ്റെ ഓണർ, അല്ലേ. വഹ് റോസ് മുझे സ്റ്റേഷൻ തക്ക് ചോടനെ ആത്താ ഹെ. ആ ഹാച്ചി എന്ന് പറയുന്ന പട്ടി ഡെയിലി എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി എൻ്റെ കൂടെ വരും. ഷാം കോ ഭി മേരാ ഇന്തസാർ കർത്താ രഹ. വൈകുന്നേരങ്ങളിലും അവൻ എന്നെ വെയിറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കാത്തിരിക്കും. മുझे ഹാച്ചി സെ ബഹുത്ത് പ്യാർ ഹോ ഗയാ ഹെ. വോ മേരാ സച്ചാ ദോസ്ത് ബൻ ഗയാ ഹെ. എനിക്ക് ഹാച്ചിയോട് വളരെ സ്നേഹം തോന്നി, അവൻ എൻ്റെ ഒരു റിയൽ ഫ്രണ്ടായിട്ട് മാറി. ഇനി പ്രൊഫസർ യുഎനോ കി പത്നിയുടെ ഡയറി ചോദിച്ചാൽ എങ്ങനെ എഴുതും? ആജ് മൈം ഹാച്ചി കെ ബാരെ മേം സോച്ച് രഹി ഹും. ഇന്ന് ഞാൻ ഹാച്ചിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവർ സ്ത്രീയാണ്, അതുകൊണ്ട് സോച്ച് രഹി ഹും. ഷുറു മേ മുझे വഹ് ബിൽക്കുൽ പസന്ത് നഹി ഥ. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അവനെ ഇഷ്ടമേ ആയിരുന്നില്ല. മുझे ലഗാ ഥ കി ഘർ മേ പരേശാനി ബഡേഗി. എനിക്ക് തോന്നി വീട്ടിൽ പ്രോബ്ലംസ് ഒക്കെ കൂടും. लेकिन अब मैं समझ गई हूँ कि ഹാച്ചി ബഹുത്ത് അച്ഛ और വഫാദാർ है. ഇപ്പം എനിക്ക് മനസ്സിലായി ഹാച്ചി വളരെ ബുദ്ധിയുള്ളവനും നല്ലവനുമാണ്. വഹ് മേരെ പതി സെ ബഹുത്ത് പ്യാർ കർത്താ ഹെ. അവൻ എൻ്റെ ഭർത്താവിനെ വലിയ ഇഷ്ടമായിരുന്നു. റോസ് ബഹുനെ സ്റ്റേഷൻ തക്ക് ചോടനെ ജാത്താ ഹെ. ഡെയിലി അവൻ അദ്ദേഹത്തെ കൊണ്ടുവിടാൻ വേണ്ടി സ്റ്റേഷനിൽ പോകുമായിരുന്നു. ഷാം കോ ഉൻക ഇന്തസാർ കർത്താ ഹെ. വൈകുന്നേരം അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യും. ജബ് മേരെ പതി നഹീം രഹേ. കണ്ടോ, ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് യുഎനോ പ്രൊഫസറിൻ്റെ ഭാര്യ ഈ ഡയറി എഴുതുന്നത്. അപ്പോൾ ഭർത്താവ് പ്രൊഫസർ മരിച്ച ശേഷം ഭാര്യ എഴുതുന്ന ഡയറി, അതാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജബ് മേരെ പതി നഹീ രഹേ. എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇല്ല.
തബ് ഭി അപ്പോഴും ഹാച്ചിയെ ഇന്തസാർ കർണ നഹീം ചോട. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ടും ഹാച്ചി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിർത്തിയില്ല. ഇപ്പോഴും അവൻ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഹ് ദേഖ് മേലാ ദിൽ ഭർ ആതാ ഹൈ. ഇതാലോചിച്ചിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു വരികയാണ്. മയം ജബ് ബി ഉസേ ദേഖ്തി ഹും മുझे अपने पति की याद आती है. ഞാൻ ഈ ഹാച്ചിനെ എപ്പോൾ കാണുമ്പോഴും എനിക്ക് എൻ്റെ മരിച്ചുപോയ ഭർത്താവിന് ഓർമ്മ വരികയാണ് അല്ലേ. ഹാച്ചി കാ പ്യാർ ബഹുത് സച്ചാ ഹൈ. ആ നായിൻ്റെ സ്നേഹം വളരെ സത്യമുള്ളതാണ്. സച്ചാ ഹൈ, ഒറിജിനലാണ്, സത്യമുള്ളതാണ്. ഓക്കെ, അത്രയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡയറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് ടൈം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഡയറിയാണ് പരീക്ഷയ്ക്ക് വരിക. ഇനി ക്യാരക്ടർ സ്കെച്ചാണ് കേട്ടോ നമുക്ക് ചോദിക്കാനുള്ള. ക്യാരക്ടർ സ്കെച്ച് നോക്കിക്കോളൂ. ജൂലിയക്ക ചരിത്ര ചിത്രം. ജൂലിയയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എഴുതാം അല്ലേ. ജൂലി ആരാണ്? എക്ക് ബഹാദൂർ ഔർ ദയാലു ലടുക്കി ഹെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൾ ധൈര്യമുള്ളവളും അതുപോലെ ദയാലു, എല്ലാവരോടും സ്നേഹമുള്ളവളുമാണ്. ഉസേ പേടം ഒരു പ്രകൃതി സെ ബഹുത്ത് പ്യാർ ഹെ. നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. അവൾക്ക് പ്രകൃതിയോടും മറ്റേ മരങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ്. ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞാൽ ചരിത്ര ചിത്രമാണ്. ശ്രദ്ധിക്കണം, ചരിത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ് ഹിന്ദിയിൽ കേട്ടോ. ചരിത്രം, ഹിസ്റ്ററി അല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ സ്വഭാവം, ക്യാരക്ടർ. ജബ് കുച്ച് ലോഗ് പേട് കാട്ടനെ ആയേ തോ വഹ് തുരന്ത് പേട് പർ ചട് ഗയി. അപ്പോൾ കുറച്ച് ആൾക്കാർ മരം മുറിക്കാൻ വന്നപ്പോൾ അവൾ വേഗം തന്നെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. വഹ് ദൃഢ നിശ്ചയി ഹെ അവർ അപ്പനെ നിർണയിസേ പീച്ചെ നഹി ഹട്ത്തി. അവൾ ദൃഢനിശ്ചയമുള്ളവളാണ്. അതുപോലെ തന്നെ അവളുടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകുന്നില്ല. ആദ്മിയോനെ ഉസേ ഡറാനക്കി കോഷിഷ് കി ലേക്കിൻ വഹ് നഹി ഡരി. ആൾക്കാരെ അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ അവൾ പേടിച്ചില്ല. വഹ് ധൈര്യവാൻ അവർ സാഹസി ഹെ. അവൾ ധൈര്യമുള്ളവളും സാഹസിനിയുമാണ് അല്ലേ. അങ്ങനെ അവൾ 738 ദിവസം 738 ദിനം തക്ക് പേട് പർ റഹി. അവൾ മരത്തിൻ്റെ മുകളിൽ അത്രയും 2 കൊല്ലമൊക്കെ നിൽക്കണമെങ്കിൽ അവൾ എത്ര ധൈര്യമുള്ളവളായിരിക്കണം. വഹ് പ്രകൃതിക്ക് സച്ചി രക്ഷക ഹെ. അവൾ പ്രകൃതിയുടെ യഥാർത്ഥ രക്ഷകിയാണ് അല്ലേ. ഉസ്കി ഹിമ്മത്ത് ഔർ മെഹനത്ത് സെ പേട് ലൂന ബച്ച് ഗയ. അവളുടെ ധൈര്യം കൊണ്ട് നമ്മളുടെ ലൂണ എന്ന് പറയുന്ന മരം രക്ഷപ്പെട്ടു. അപ്പോൾ ജൂലിയ ഒരു ധൈര്യവും കരുണയുമുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് മരങ്ങളെയും പ്രകൃതിയെയും വളരെ ഇഷ്ടമുണ്ട്. കുറേ ആൾക്കാർ മരം മുറിക്കാൻ വന്നപ്പോൾ അവൾ അതിൻ്റെ മേലെ കയറി. ഇനി സേട്ടിൻ്റെ ചരിത്രം ചോദിച്ചാലോ. സേട്ട് ആരാണ്? ലക്കഡ് ഹാരോം കാ മാലിക് ഹെ. വിറക് വെട്ടുകാരുടെ മാലിക്, മുതലാളിയാണ് സേട്ട്. വഹ് പേടോം കോ കാട്ടുകർ പൈസ കമാന ചാത്താത്ത. സേട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് മരങ്ങളെ മുറിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ആളാണ്. ഉസേ ഷുറുവാത് മേം പ്രകൃതിയോട് പേടോം കി ചിന്ത നഹി തീ. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ സേട്ടിന് പ്രകൃതിയെക്കുറിച്ചോ മരങ്ങളെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല. സോ സേട്ടിനെ കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എഴുതണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. उसने ജൂലിയ को पेड़ से उतारने के लिए कई तरकीबें अपनाई. സേട്ട് എന്ത് ചെയ്തു? ജൂലിയയെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തു അല്ലേ. ഉസ്നെ ലൗഡ് സ്പീക്കർ और हेलीकॉप्टर से उसे डराने की कोशिश की. അയാൾ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിച്ചു. അതുപോലെ ഹെലികോപ്റ്റർ വെച്ചിട്ട് പേടിപ്പിച്ചു, പക്ഷേ അവൾ പേടിച്ചില്ല. അപ്പോൾ സേട്ടിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ അതൊക്കെ എഴുതണം കേട്ടോ. ലേക്കിൻ ജൂലിയ की हिम्मत देखकर वह डर गया. പക്ഷേ അവസാനം ആരാ തോറ്റ് പേടിച്ചു പോയത്? ജൂലിയയുടെ ധൈര്യം കണ്ടിട്ട് സേട്ടാണ് പേടിച്ച് തോറ്റുപോയത്. അന്തമേം ഉസേ അപ്പനി ഗൽത്തി കാ എഹ്സാസ് ഹുവ. അവസാനം നമ്മുടെ സേട്ടിന് അയാളുടെ തെറ്റ് മനസ്സിലായി. ഉസ്നെ വാദ കിയ കി വഹ് പേടോം കോ നഹീം കാട്ടേഗ. അദ്ദേഹം വാക്ക് കൊടുത്തു, അദ്ദേഹം മരങ്ങളെ മുറിക്കില്ല എന്ന്. ഹാച്ചിക്ക് കഹാനി. ഇന്ന് ഹാച്ചിയുടെ ചരിത്രം ചോദിച്ചാൽ എങ്ങനെ എഴുതും? ഹാച്ചി ഏക്ക് ബഹുത്ത് വഫാദർ ഒരു പ്രേമി കുത്താത്ത. ഹാച്ചി വളരെ നല്ലവനും അതുപോലെ പ്രേമമുള്ളവനും മനസ്സിലാക്കാൻ നല്ല ബുദ്ധിയുള്ള ഒരു നായയായിരുന്നു. वह अपने मालिक ह्यूएनो से बहुत प्यार करता था. वह रोज़ अपने मालिक को स्टेशन तक छोड़ने जाता और शाम को उनका इंतज़ार करता था. ഡെയിലി കോളേജിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാൻ പോവും, തിരിച്ച് വൈകുന്നേരം കൂട്ടാനും പോവും. മാലിക് की मृत्यु के बाद भी उसने उम्मीद नहीं छोड़ी और कई वर्षों तक उनका इंतज़ार करता रहा. ഹാച്ചി സച്ചി ദോസ്തി പ്രേം और निष्ठा का प्रतीक है. ഈ പ്രൊഫസർ യുഎനോ മരിച്ചിട്ടും പിന്നീടും കുറേ കാലം അവൻ റെയിൽവേ സ്റ്റേഷനിൽ അയാളെ വെയിറ്റ് ചെയ്തു. ഹാച്ചി എന്ന് പറയുന്നത് ശരിക്കുള്ള പ്രേമത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒരു പ്രതീകമാണ്. അപ്പോൾ ഹാച്ചിയുടെ ചരിത്രം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ യുഎനോയുടെ നമ്മുടെ പ്രൊഫസറുടെ ചരിത്രം ചോദിച്ചാൽ യുഎനോ ദയാലു അവർ സംവേദനശീൽ വ്യക്തി ഹെ. എല്ലാവരോടും സ്നേഹമുള്ള ഒരു വ്യക്തിയാണല്ലേ. ഉन्होंने सड़क पर मिले पिल्ले को अपने घर में जगह दी. റോട്ടിൽ കിട്ടിയ ഒരു നായിനെ വീട്ടിൽ കൊണ്ടുവന്നു. അസ്ലി മാലിക് കോ ഘോജനെ की कोशिश की. മാത്രമല്ല അതിൻ്റെ യഥാർത്ഥ ഓണറെ തപ്പിപ്പോവാനും അയാൾ റെഡിയായി. उन्होंने ഹാച്ചി की बहुत देखभाल की और उसे स्नेह दिया. അയാൾ
ഹാച്ചിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു, സ്നേഹം കൊടുത്തു. ഉൻകി ദയാലുത और പശുओं के प्रति प्रेम ഉൻകെ അച്ഛേ സ്വഭാവ കോ ദിഖാത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ സ്നേഹവും മൃഗങ്ങളോടുള്ള കെയറും അദ്ദേഹത്തിൻ്റെ സ്നേഹമൊക്കെ നമുക്ക് യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുള്ള പ്രേമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ യു എനയുടെ ഭാര്യയുടെ ക്യാരക്ടർ സ്കെച്ച് വെച്ച് എന്ത് എഴുതാം? ശുരുവാത്മയും യു എനൊക്കെ പത്നിക്കോ ഹാച്ചി പസന്ത് നഹി ഥാ. സ്റ്റാർട്ടിങ്ങിൽ യു എനയുടെ ഭാര്യയ്ക്ക് ഹാച്ചിനെ ഇഷ്ടമായിരുന്നില്ല, പക്ഷെ മെല്ലെ മെല്ലെ लेकिन धीरे धीरे उसने हाची से प्रेम और वफादारी को समझा और उसे स्वीकार कर लिया. वह अपने पति और हाची दोनों से प्रेम करती थी. ആ ഭാര്യയ്ക്ക് യുവേനോ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവിന് ഇഷ്ടമാണ്, നായിനെ ഇഷ്ടമാണ് അല്ലേ. बाद में पति की कब्र पर आती थी तो हाची के साथ बैठ कर रोती थी. പിന്നെ എന്ത് ചെയ്യുന്നു? ഭർത്താവിൻ്റെ ശവം അടക്കിയ ആ സ്ഥലത്തേക്ക് പോകുമ്പം, ഖബറിലേക്ക് പോകുമ്പം, നമ്മുടെ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ ഈ ഹാച്ചിനെയും കൂടെ കൂട്ടി അവിടെ ഒരുമിച്ചിരുന്ന് കരയുന്നുണ്ട് അല്ലേ. ഇസ്സെ ഉസ്കെ കോമൽ और ഭാവുക് സ്വഭാവ का पता चलता है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്നേഹവും ഒക്കെയുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് മക്കളെ അവിടെ പറയാനുള്ളത്. ഇത്രയും പഠിച്ചാൽ തന്നെ സൂപ്പറായിട്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാം. അപ്പോൾ ഒന്നും പഠിക്കണ്ട. ഓൾ ദ വെരി ബെസ്റ്റ്. ഫുൾ മാർക്ക് നമുക്ക് തന്നെ. ടാറ്റ.